എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ദാൽ ഫ്രൈ ആണ്. അതിനുവേണ്ടി ഞാനിവിടെ ദാൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതിവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മസൂർ ദാലാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ദാൽ കറി ഉണ്ടാക്കാം. നിങ്ങൾക്ക് എല്ലാം അറിയാം, ദാൽ വളരെ പ്രോട്ടീൻ റിച്ച് ആണ്. ദാൽ ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു കുക്കറിൽ 4 വിസിലടിക്കുമ്പോൾ നിങ്ങൾക്ക് വെന്ത് കിട്ടും. ഞാനിവിടെ ഇതിൻ്റെ അകത്തിൽ ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആവശ്യമാണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ ഞാൻ ഒരു ചെറിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 2 ചെറിയ ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ ഇഞ്ചി അരിഞ്ഞത്, 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്, കുറച്ച് കറിവേപ്പ്. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായി ചൂടായിട്ടുണ്ട്. ഞാൻ കടായിലൊരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലോട്ട് കടുകിടാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കതിലോട്ട് കടുകിടാം. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇടാം. ഇനി നമുക്കിതിൻ്റെ അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടാം, ഗാർലിക്, പച്ചമുളക് അരിഞ്ഞത്, സവാള അരിഞ്ഞു വെച്ചത്. ഇത് നമുക്ക് നല്ലോണം വഴറ്റാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഇങ്ങനെ വഴറ്റാം. ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇടാം. ഇനി ടൊമാറ്റോ ഇട്ട് നല്ലോണം വഴറ്റുക. നല്ല വഴലണം. ഇപ്പോൾ ടൊമാറ്റോ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മസാല ഇടാം. ഒരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ ഇടാം. നമ്മൾ ഓൾറെഡി ടർമറിക് പൗഡർ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഇട്ടാൽ മതി. 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ ഇടാം. ഇനി മസാല നല്ലോണം ചൂടാക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റാം. ഇപ്പോൾ ടൊമാറ്റോ ഉള്ളി എല്ലാം നല്ല വഴണ്ട് വന്നിട്ടുണ്ട്, മസാലയെല്ലാം. ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ദാൽ ഒഴിക്കാം. ദാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് നല്ല കട്ടിയായിട്ടിരിക്കുകയാണ്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിക്കുന്നതാണ് നല്ലത്.
അപ്പോൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൊറിയാണ്ടർ ലീവ്സും കൂടി ഇടാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇപ്പം ഞാൻ സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് കാണാം, ദാൽ കറി. ഈ ദാൽ ഫ്രൈ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും. പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.